ജമാഅത്ത് നിസ്കാരത്തെ കുറിച്ചാണ് നാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ വർദ്ധിക്കുന്നതിനനുസരിച്ച് ജമാഅത്തിന്റെ പ്രതിഫലം കൂടും. വലിയ ജമാഅത്തുകൾ ചെറിയ ജമാഅത്തുകളേക്കാൾ പ്രതിഫലം കൂടുതലാണ് നടത്താം. പക്ഷേ 5 രൂപങ്ങളിൽ ചെറിയ ജമാഅത്തുകൾക്കാണ് വലിയ ജമാഅത്തിനേക്കാൾ കൂടുതൽ കൂലി. അതേതാണെന്നാണ് ഇന്ന് നമുക്ക് പരാമർശിക്കാനുള്ളത്. നമ്മുടെ നാട്ടിൽ തന്നെ 2 ജമാഅത്തുണ്ട്. ഒന്ന് കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്ത്, ഒന്ന് കുറേ ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്ത്. എങ്കിൽ കുറേ ആളുകൾ പങ്കെടുക്കുന്ന ജമാഅത്തിനാണ് കൂടുതൽ കൂലി. പക്ഷേ 5 സ്ഥലങ്ങളിൽ കുറച്ച് ആളുകൾ പങ്കെടുക്കുന്ന ചെറിയ ജമാഅത്തിൽ ആണ് കൂടുതൽ കൂലി. ഒന്ന് കൗനു ഇമാമിൽ അക്സരി മിമ്മൻ യുക്റഹുൽ ഇഖ്തിദാഉ ബിഹി, തുടരൽ കറാഹത്തായ ഇമാമാണ് വലിയ ജമാഅത്തിന്റെ ഇമാമ് എങ്കിൽ ചെറിയ ജമാഅത്തിനാണ് കൂടുതൽ പ്രതിഫലം. ഏതുപോലെ കമുബ്തദിഇൻ, വലിയ ജമാഅത്തിന്റെ ആള് പുത്തൻ പ്രസ്ഥാനക്കാരനാണ്. പുത്തൻ പ്രസ്ഥാനക്കാരനായ ഒരാളാണ് വലിയ ജമാഅത്തിന്റെ ഇമാം എങ്കിൽ ചെറിയ ജമാഅത്തിലാണ് കൂടുതൽ കൂലി. അല്ലെങ്കിൽ വലിയ ജമാഅത്തിന് ഇമാമത്ത് നിൽക്കുന്ന ആൾ ഫാസിഖായ ഒരാളാണ്. ഫാസിഖ് എന്ന് പറഞ്ഞാൽ ഇന്നലെ നമ്മൾ പറഞ്ഞല്ലോ, ചെറിയ ദോഷങ്ങൾ നിരന്തരമായി ചെയ്യുന്ന ആളുകൾ, അവർ ഫാസിഖാണ്. നന്മയേക്കാൾ കൂടുതൽ തിന്മയുള്ള ആളുകൾ, അവരും ഫാസിഖാണ്. അങ്ങനെ ഈ ഗണത്തിൽപ്പെട്ട ഇമാമാണ് വലിയ ജമാഅത്തിന്റെ ഇമാമ് എങ്കിൽ വലിയ ജമാഅത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ ജമാഅത്താണ്. ഔ കൗനഹു മിമ്മൻ ലാ യഅതഖിദു വുജൂബ ബഅദൽ അർകാനി ഔ അശ്ശുറൂതി കഹനഫീൻ, വലിയ ജമാഅത്തിന്റെ ഇമാമ് ചില ഷർത്തുകളും ചില റുക്നുകളും വാജിബാണെന്ന് വിശ്വസിക്കാത്ത ആളാണ്, ഹനഫിക്കാരനായ ആളാണ്. മറ്റതോ ഷാഫിക്കാരനായ ഇമാമാണ്. വലിയ പള്ളിയിലെ ഇമാമ് ഹനഫിക്കാരനായ ഇമാമാണ് എങ്കിൽ ഹനഫി പള്ളിയിൽ പോകുന്നതിനേക്കാൾ നല്ലത് ഷാഫിഈ മദ്ഹബുകാരനായ ഇമാമിൻ്റെ ചെറിയ ജമാഅത്തിൽ പങ്കെടുക്കലാണ്. ഇതാണ് ഒന്നാമത്തേത്. ചുരുക്കി പറഞ്ഞാൽ ഇമാമിന് ക്വാളിറ്റി കുറഞ്ഞതാവുക എന്നർത്ഥം. വലിയ ജമാഅത്തിൻ്റെ ഇമാമ് ക്വാളിറ്റി കുറഞ്ഞ ആളായാൽ ചെറിയ ജമാഅത്തിനാണ് കൂടുതൽ കൂലി. കൗനു ഇമാമിൽ അഖല്ലി ഔലാ ബിൽ ഇമാമത്തി ലിനഹ്വി ഇൽമിൻ, ഇൽമു പോലാത്ത കാരണം കൊണ്ട് ചെറിയ ജമാഅത്തിന്റെ ആള് കൂടുതൽ അർഹതയുള്ള ആളാണ്, വലിയ ആലിമായ ആളാണ് ചെറിയ ജമാഅത്തിന്റെ ആൾ എങ്കിൽ ചെറിയ ജമാഅത്തിനാണ് കൂടുതൽ കൂലി. മൂന്നാമത്തേത് തഅത്തുലു മസ്ജിദിൻ അനിൽ ജമാഅത്തി ബിദഹാബിഹി ഇലൽ അക്സരി, വലിയ ജമാഅത്തിലേക്ക് അവൻ പോകൽ കൊണ്ട് അവൻ്റെ തൊട്ടടുത്തുള്ള ചെറിയ പള്ളിയിലെ ജമാഅത്ത് മുടങ്ങിപ്പോകും എങ്കിൽ ചെറിയ ജമാഅത്താണ് ഏറ്റവും കൂടുതൽ കൂലി. ചെറിയ പള്ളിയിൽ വന്നാലേ ജമാഅത്ത് നടക്കുകയുള്ളൂ. മുമ്പ് വലിയ പള്ളിയിലേക്ക് പോയാൽ തൊട്ടടുത്തുള്ള പള്ളിയിൽ ജമാഅത്ത് നടക്കൂല. അപ്പോൾ ആ പള്ളി ജമാഅത്തിനോട് നടക്കുന്നതിന് തൊട്ട് മുടങ്ങിപ്പോവുകയാണ്. എങ്കിൽ വലിയ പള്ളിയിലുള്ള ആ ജമാഅത്തിനേക്കാൾ നല്ലത് ഈ ചെറിയ ജമാഅത്താണ്. കാരണം ഇവിടെ ഒരു പള്ളിയിലെ ജമാഅത്ത് തന്നെ മുടങ്ങിപ്പോവുകയാണല്ലോ. ഈ ഘട്ടത്തിൽ ചെറിയ ജമാഅത്തിനാണ് കൂടുതൽ കൂലി. നാലാമത്തേത് കൗനുൽ അഖല്ലി ബിൽ മസ്ജിദി വൽ അക്സരി ബിഗൈരിഹി, ചെറിയ ജമാഅത്ത് പള്ളിയിലാണ്, വലിയ ജമാഅത്ത് പള്ളി അല്ലാത്ത ഒരു സ്ഥലത്താണ് എങ്കിൽ പള്ളിയിലുള്ള ജമാഅത്തിനാണ് കൂടുതൽ കൂലി. സ്വാഭാവികമായും പള്ളിയിൽ വരുമ്പോൾ എത്തിക്കാബിൻ്റെ കൂലി കിട്ടും. ഓരോ മുമ്പുള്ള സുന്നത്ത് ജമാഅത്തായി ഒരാൾ നിസ്കരിച്ചു എന്ന് വിചാരിച്ച് നിസ്കാരത്തിന് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ സുന്നത്തില്ല, എന്നാൽ കറാഹത്തുമില്ല. കൂലിയില്ല, അതുകൊണ്ട് നമ്മൾ നിൽക്കുന്നില്ല.
നിസ്കാരത്തിന് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു വീട് ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചു. ഇത് ദുഹാ സമയമായിരുന്നു. നബി തങ്ങൾ അവിടെ വന്ന് ദുഹാ നിസ്കരിക്കാൻ പോവാ. ഒരു വീടല്ല, ആദ്യം തന്നെ അതിൻ്റെ നിസ്കാരം കൊണ്ട് തുടങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കുന്നുണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, നിന്നോളി നാല്. അങ്ങനെ ദുഹാ നിസ്കാരം രാവിലെ ഒരു 9 മണി സമയത്ത് നിർവഹിക്കുന്ന ആ ദുഹാ നിസ്കാരം നബി തങ്ങൾ ജമാഅത്തായി നിർവഹിച്ചു എന്ന് ഹദീസിൽ കാണാം. ഇതിന്റെ അടിസ്ഥാനത്തിൽ മഹാന്മാരായ ഫുഖഹാ ഗവേഷണം ചെയ്തു. സുന്നത്തായ ഒരു നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചു എന്നതുകൊണ്ട് ഒരു തകരാറുമില്ല. അങ്ങനെ നിസ്കരിക്കാം എന്ന് ജായിസാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് നബി തങ്ങൾ അന്ന് ദുഹാ ജമാഅത്തായി നിസ്കരിച്ചത്. പ്രോത്സാഹനജനകമല്ല, കൂലിയുള്ള കാര്യമല്ല എന്ന് കരുതി നിസ്കാരത്തിന് തകരാറോ അല്ലെങ്കിൽ കറാഹത്തോ ഇല്ല. അപ്പൊ ജമാഅത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് ജുമായുടെ ജമാഅത്താണ്. തുമ്മ സുബ്ഹുഹ, പിന്നെ സുബ്ഹിയുടെ ജമാഅത്ത്, വെള്ളിയാഴ്ചയുടെ സുബ്ഹി, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത്. തുമ്മ സുബ്ഹു സായിരിൽ അയ്യാമി, പിന്നെ ബാക്കിയുള്ള നിസ്കാരങ്ങളിൽ ബാക്കിയുള്ള ദിവസങ്ങളിലെ സുബ്ഹിയാവുന്നു. തുമ്മൽ ഇശാഉ, പിന്നെ ഇശയാണ്. തുമ്മൽ അസ്റു, പിന്നെ അസ്റാണ്. തുമ്മൽ ളുഹ്റു, പിന്നെ ളുഹ്റും. തുമ്മൽ മഗ്രിബു, പിന്നെ മഗ്രിബുമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന മഗ്രിബ് നിസ്കാരത്തിനാണ്. ജമാഅത്തിൽ പ്രതിഫലം കുറവുള്ള നിസ്കാരമാണ് മഗ്രിബ് നിസ്കാരം. ഏറ്റവും കൂടുതൽ കൂലിയുള്ളത് സുബ്ഹി നിസ്കാരം. ജമാഅത്ത് എന്ന് പറയാൻ ഒരു ഇമാമും ഒരു മഅ്മൂമും ഉണ്ടായാൽ, രണ്ടാളുണ്ടായാൽ മതി. ഇമാമ് സലാം വീട്ടാത്ത കാലത്തോളം ആ ജമാഅത്തിൽ സംഗമിക്കുന്ന എല്ലാ ആളുകൾക്കും ജമാഅത്തിന്റെ കൂലിയുണ്ട്. എത്രയാണോ എത്തിയത് അതിനനുസരിച്ചുള്ള കൂലി അവർക്ക് ലഭ്യമാവും. നിസ്കാരത്തിന്റെ അവസാന ഘട്ട ഇമാമ് അവസാനത്തെ അത്തഹിയ്യാത്തിലെത്തി സലാം വീട്ടാൻ പോവുകയാണ്. അതിന് മുമ്പ് ഒരു സെക്കൻഡാണ് വേറൊരാൾ വന്നിട്ട് ഇമാമിനോടൊപ്പം അത്തഹിയ്യാത്തിരുന്നത്. എന്നാൽ അവർക്കും ജമാഅത്തിന്റെ കൂലിയുണ്ട്. എവിടെയാണോ എത്തിയത് അതിൻ്റെ കൂലി അവർക്ക് ലഭ്യമാവും. ജുമാ നിസ്കരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു റക്അത്ത്, ആദ്യത്തെ ഒരു റക്അത്ത് ജമാഅത്തായി ലഭിക്കണമെന്നാണ് നിയമം. രണ്ടാമത്തെ റക്അത്ത് ജമാഅത്തായി ലഭിക്കണമെന്നില്ല. ജുമാ നിസ്കരിക്കുന്ന ഒരു ഇമാമിനോട് അവസാനത്തെ റക്അത്ത് റുക്കൂഇന് മുമ്പായിട്ട് ഇമാമിനോടൊപ്പം സംഗമിക്കുകയും ഇമാമ് സലാം വീട്ടിയതിന് ശേഷം പിന്നീട് അദ്ദേഹം ഒരു റക്അത്ത് നിസ്കരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് ജുമാ കിട്ടി. ആ ഒരു റക്അത്ത് നിസ്കരിക്കുമ്പോൾ വേറെ ഒരാൾ വന്ന് അദ്ദേഹത്തെ തുടർന്നാൽ അദ്ദേഹം റുക്കൂയിലേക്ക് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ റുക്കൂയിലെ അടങ്ങി താമസത്തിലോ ആണ് രണ്ടാമത്തെ ആൾ വരുന്നത് എങ്കിൽ അദ്ദേഹത്തിനും ജുമാ കിട്ടി. അങ്ങനെ അസർ വരെ നിസ്കരിച്ചാൽ അവർക്കൊക്കെ ജുമാ കിട്ടും. അപ്പോ കാരണത്തോടുകൂടെ ജമാഅത്തിൽ നിന്ന് നമ്മൾ വേർപിരിയേണ്ടി വന്നാൽ അവർക്കും ജമാഅത്തിന്റെ കൂലി ഉണ്ടാകും എന്ന് ഫുഖഹാ രേഖപ്പെടുത്തുന്നു. അതാവലായ ഫൂതുബി മുഫാറഖത്തിൽ ഇമാമി ബിഉദ്രിൻ, കാരണത്തോടുകൂടെ ഇമാമിനെ വിട്ടുപിരിഞ്ഞു എന്നതുകൊണ്ട് ജമാഅത്തിന്റെ കൂലി നഷ്ടമാവുകയില്ല. എന്തെങ്കിലും കാരണമുള്ളത് കൊണ്ടാണ് ഇമാമിനെ വിട്ടുപിരിയേണ്ടി വന്നത്, അതുകൊണ്ട് നമുക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടമാവൂല. ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കായിരുന്നു. അപ്പൊ ഇമാമിന്റെ ഫാത്തിഹ കേട്ടപ്പോൾ നമുക്കൊരു സുഖം തോന്നിയില്ല. അപ്പോൾ ഞാൻ ഇമാമിനെ വിട്ടുപിരിയുന്നു എന്ന് നിയത്ത് ചെയ്ത് നമ്മൾ ഒറ്റക്കാണ് നിസ്കരിച്ചു. അത് കാരണത്തോടു കൂടെയാണ് നമ്മൾ ആ വിട്ടുപിരിയുന്നത്. എങ്കിൽ അവർക്ക് ജമാഅത്തിന്റെ കൂലി നഷ്ടമാവുകയില്ല. ഒരു ജമാഅത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു സംഘം ആളുകൾ കയറി വന്നു. ആ ജമാഅത്ത് അവിടെ പകുതി കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അവർക്ക് പൂർണ്ണമായ ഒരു ജമാഅത്ത് കിട്ടണമെന്ന ഉദ്ദേശം അവർക്കുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ ജമാഅത്ത് പൂർത്തിയാകുന്നത് വരെ, ഒന്നാമത്തെ ജമാഅത്ത്
പൂർത്തിയാകുന്നത് വരെ അവർക്ക് കാത്തു നിൽക്കാം. പക്ഷേ സമയത്തിൻ്റെ അവ്വൽ നഷ്ടപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. സമയത്തിൻ്റെ ആദ്യത്തിൽ നിസ്കരിക്കുക എന്നത് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് ചോദിച്ചു, അയ്യുൽ ഇബാദത്തി അഫ്ളൽ, ഇബാദത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, അയ്യുൽ അഅമാലി അഫ്ളൽ യാ റസൂലല്ലാഹ്, അങ്ങനെയാണ് ഹദീസ്. അമലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാണ് നബിയെ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അതിന് നൽകിയത് അസ്സലാത്തു ലി അവ്വലി വഖ്തിഹാ, സമയത്തിന്റെ ആദ്യത്തിലുള്ള നിസ്കാരമാണ് ഒരു മനുഷ്യൻ നിർവഹിക്കുന്ന സുഹൃതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി തങ്ങൾ പറഞ്ഞു. ജമാഅത്തായി നിർവഹിച്ച ഒരു നിസ്കാരത്തെ അല്ലെങ്കിൽ ജമാഅത്ത് അല്ലാതെ നിസ്കരിച്ച ഒരു നിസ്കാരത്തെ വേണമെങ്കിൽ ജമാഅത്തായി ഒന്നുകൂടെ മടക്കി നിസ്കരിക്കാൻ പറ്റും. ഒരാള് ലോറ് നിസ്കരിച്ചു സലാം വിട്ടിയാൾ ഒറ്റയ്ക്കായിരുന്നു നിസ്കരിച്ചിരുന്നത്. അപ്പോൾ വേറെ രണ്ടാൾക്കാർ വന്നിട്ട് ജമാഅത്ത് നിർവഹിക്കുന്നു ലോറിൻ്റെ. എങ്കിൽ നമുക്ക് ആ ജമാഅത്ത് കിട്ടാൻ വേണ്ടി ഈ ലോറ് നിസ്കാരത്തെ ഒന്നുകൂടെ മടക്കി നിസ്കരിക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഒരു പ്രാവശ്യം നമ്മൾ ലോറ് നിസ്കരിച്ചു, പക്ഷെ അത് ഒറ്റയ്ക്കാണ് നിസ്കരിച്ചത്, അത് ജമാഅത്തിന്റെ കൂലി ഇല്ലായിരുന്നു. അത് ജമാഅത്തിന്റെ കൂലി കിട്ടാൻ വേണ്ടി വേറൊരു ജമാഅത്ത് കാണുമ്പോൾ അതിനോട് നമുക്ക് മടക്കി നിസ്കരിക്കാൻ പറ്റും ഒറ്റ പ്രാവശ്യം. രണ്ടാമത് നിസ്കാരം ജമാഅത്തായിട്ട് മാത്രമേ പറ്റൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ലോറ് ഒറ്റയ്ക്ക് നിസ്കരിച്ച ആളാണ്, പിന്നെ അയാൾക്ക് ഒറ്റയ്ക്ക് നിസ്കരിക്കാൻ പറ്റൂല. രണ്ടാമത്തെ നിസ്കാരം ജമാഅത്തായിട്ട് തന്നെ വേണം. അങ്ങനെ നമുക്ക് ജമാഅത്തിന്റെ കൂലി എടുക്കാൻ കഴിയും. ജമാഅത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം തക്ബീറത്തുൽ ഇഹ്റാം, അത് ഇമാമിനോടൊപ്പം ലഭിക്കുക എന്ന് പറയുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, ലികുല്ലി ഷൈഇൻ സഫ്വ, ഏതോ ഒരു സാധനത്തിനും ഒരു സത്തയുണ്ട്, ഏതൊരു കാര്യത്തിലും ഒരു സത്തയുണ്ട്. വസഫ്വത്തുസ് സ്വലാത്തി അത്തക്ബീറത്തുൽ ഊലാ, നിസ്കാരത്തിന്റെ സത്ത തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്നതിലാണെന്ന് നബി തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഫഹാഫിദു അലൈഹാ, ആ തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം ലഭിക്കാൻ പ്രത്യേകം ഗൗനിക്കണം. നാൽപ്പത് ദിവസം ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം ലഭിക്കുന്ന ആളുകൾക്ക് നരകത്തെ തൊട്ടും അതുപോലെ കാപട്യത്തെ തൊട്ടും മോചനപത്രം എഴുതപ്പെടുമെന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. യുക്തബുലി മുലാസിമിഹി 40 യൗമൻ ബറാഅത്തും മിനൻ നാരി വബറാഅത്തും മിനൻ നിഫാഖ്. 40 ദിവസം ഇമാമിന്റെ തക്ബീറത്തുൽ ഇഹ്റാമിന് ഹാജരായി അതിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്ന ആളുകൾക്ക് നരകത്തെ തൊട്ടും കാപട്യത്തെ തൊട്ടും കാവൽ നൽകപ്പെടുമെന്നാണ്. ഇതിനെന്താണ് വേണ്ടത്? തുദ്റകു ഹാദിഹിൽ ഫളീലത്തു ബിഹുലൂരിഹി തഹർറുമൽ ഇമാമി വബിതഹർറുമിഹി അഖിബ തഹർറുമിൽ ഇമാമി. ഇമാം ഇഹ്റാം കെട്ടുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുമ്പോൾ അവിടെ ഹാജരാവുക. തക്ബീറത്തുൽ ഇഹ്റാം ഇമാം കെട്ടിയാൽ ഉടനെ തന്നെ മഅ്മൂമിങ്ങൾ കെട്ടുക. അങ്ങനെയാണ്. അതുവരെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കിയാലും തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാൽ പിന്നെ മഅ്മൂമിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. ഇഖാമത്ത് കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഇമാമായാലും മഅ്മൂമായാലും സഫുകൾ ക്ലിയർ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിക്കലും ഉപദേശിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹകരിക്കലൊക്കെ വളരെ സുന്നത്താണ്. വലിയൊരു ജമാഅത്താണെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പ് ഇമാം ഓരോ സഫും ക്ലിയർ ആയോ എന്ന് ഉറപ്പുവരുത്തുകയും അതിന് ആളെ നിശ്ചയിക്കേണ്ടി വന്നെങ്കിൽ ആള് അത് ശരിപ്പെടുത്തി അദ്ദേഹത്തിന്റെ വിവരം കിട്ടും വരെയും കാത്തു നിൽക്കുകയും വേണമെന്നാണ്. അത്രത്തോളം ഇമാമിന് സുന്നത്താണ്. അതാണ് നമ്മൾ ഓരോ സമയത്തും ഇസ്തവൂ എന്ന് പറയുന്നത്.
അത് ഇമാമ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സ്വഫ് എങ്ങനെയുണ്ട് എന്ന് ശ്രദ്ധിക്കണം. അത് മാമൂമിയങ്ങളും ശ്രദ്ധിക്കണം. കാരണം സ്വഫിൽ വിടവ് വന്നാൽ, ഒരു സ്വഫ് പൂർത്തിയാകാതെ രണ്ടാമത്തെ സ്വഫ് കെട്ടിയാൽ സ്വഫിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടമാകും. നിസ്കാരത്തിന് പ്രശ്നം ഉണ്ടായിട്ടല്ല, ജമാഅത്തിന്റെ കൂലി നമുക്ക് നഷ്ടമാകും. സ്വഫിലെ ജമാഅത്തിന്റെ കൂലി നഷ്ടമാകും. ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ എവിടെയാണോ നമുക്ക് കറാഹത്ത് വരുന്നത് അവിടെ 27 ഇരട്ടി പ്രതിഫലം നമുക്ക് നഷ്ടമായി. അപ്പൊ നൃത്തത്തിന് ഒരു 27 ഇരട്ടി കൂലിയുണ്ട്. ആ നൃത്തത്തിന്റെ കൂലി നമുക്ക് നഷ്ടമാകും. സ്വഫിൽ വിടവുണ്ടായി, അല്ലെങ്കിൽ ഒന്നാമത്തെ സ്വഫ് പൂർത്തിയാകാതെ രണ്ടാമത്തെ സ്വഫ് കെട്ടി, ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ. ചില ആളുകൾ പറയുമ്പോൾ കൊറോണ കാലത്ത് അപ്പങ്ങൾ എങ്ങനെ നിന്നത്, സാഹചര്യത്തിനനുസരിച്ചല്ലേ മസല പറയാം. കൊറോണ കാലത്ത് നിന്നതുപോലെ ഇപ്പം നമുക്ക് നിൽക്കാൻ പറ്റും? കൊറോണ കാലത്ത് നമ്മൾ ജുമാനെ നിസ്കരിച്ചില്ലല്ലോ ഇത്ര കാലം എന്ന് വിചാരിച്ചാണ് ഇപ്പം നമ്മൾ ജുമാ നിസ്കരിക്കാതിരിക്കാൻ പറ്റും? അത് നിർബന്ധമായ സാഹചര്യങ്ങളാണ്, അതുണ്ടാവും. അതേത് കാര്യമായാലും അങ്ങനെ തന്നെ. പന്നി കഴിക്കൽ ഹറാമാണ്, അത് നരസാണ്, തൊട്ടാൽ 7 പ്രാവശ്യം കഴുകണം എന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ. പക്ഷെ ഒരാൾക്ക് തിന്നാൻ വേറെ ഒന്നും കിട്ടിയില്ല, പന്നിയിറച്ചി മാത്രമേ കിട്ടുള്ളൂ, എന്നാൽ പന്നിയിറച്ചി തിന്നാന്ന അവസ്ഥ. അവിടെ നിയമമുണ്ട്, പക്ഷെ കൂടുതൽ തിന്നരുത്. പ്രാണരക്ഷയ്ക്ക് വേണ്ടി മാത്രം തിന്നുക, ഏമ്പക്കുമ്പിടാൻ മാത്രം തിന്നണ്ട. ജീവൻ നിലനിൽക്കാൻ ആവശ്യമായത് മാത്രം കഴിക്കുക. അത് മാത്രമേ തിന്നാനുള്ളൂ എങ്കിൽ അത് ഒടുക്കത്തെ മസാല എന്നതിന് പറയാം. അവസാനം പറയേണ്ട കാര്യമാണത്. അത് ആദ്യമേ എന്ത് ചെയ്യരുത്, ഇംപ്ലിമെന്റ് ചെയ്യരുത്. അപ്പൊ കൊറോണ പോലത്തെ ഒരു സമയത്ത് നമ്മൾ പാലിച്ച ഒരു അകലം, അതല്ലാത്ത സമയത്ത് നമ്മൾ നോക്കരുത്. അത് ആ സമയത്തുള്ള മസാലയാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. എന്ത് കാര്യവും വിശുദ്ധമായ ഖുർആനും ഹദീസും പരാമർശിക്കാതെ പോയിട്ടില്ല. എന്ത് കാര്യവും മാ ഫറത്നാ മിനൽ കിതാബി മിൻ ശൈ ഫിൽ കിതാബി മിൻ ശൈ, ഈ ഗ്രന്ഥത്തിൽ ഞാൻ ഒന്നും ഒഴിവാക്കിയിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. പക്ഷെ അത് നോക്കാൻ കഴിവുള്ള ആളുകൾ നോക്കിയാലേ അത് കിട്ടുള്ളൂ. എല്ലാ കാര്യങ്ങളും മഹാനായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു എല്ലാ കാര്യങ്ങളും പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവസരോചിതമായ ഓരോ അവസരങ്ങളിൽ ചെയ്യേണ്ട മസാലകൾ അത് അതിൻ്റെ പ്രസക്തിയോടുകൂടെ തന്നെ നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞുകൊണ്ടുവരുന്നത് ജമാഅത്തിന്റെ കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയ ഉടനെ തന്നെ മഅ്മൂമീങ്ങൾ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക. അത് വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. 40 ദിവസം അത് തുടർച്ചയായി നിർവഹിക്കുന്ന ആളുകൾക്ക് നരകത്തെ തൊട്ടും കാവട്ടത്തെ തൊട്ടും മോചനപത്രം എഴുതപ്പെടുമെന്ന് പ്രിയപ്പെട്ടവരെ സ്വഹീഹായ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫഹാഫിളു അലൈഹാ, തക്ബീറത്തുൽ ഇഹ്റാമിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുകയാണ്. അപ്പൊ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന്റെ മുമ്പ്, ഇമാമ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുന്നതിന് മുമ്പ് സഫിന്റെ കാര്യങ്ങളൊക്കെ ഇമാമും ശ്രദ്ധിക്കാം, മാമൂമും ശ്രദ്ധിക്കാം. അത് കഴിഞ്ഞാൽ പിന്നെ തക്ബീറത്തുൽ ഇഹ്റാം കെട്ടുക, ഉടനെ നിസ്കരിക്കുക. ജുമായാകുമ്പോൾ നമ്മൾ അതും പോലും പറയാറില്ല. കാരണം എന്താ, ജുമായിൽ വേറെ ഒരു നിബന്ധന കൂടിയുണ്ട്. ഖുതുബ കഴിഞ്ഞാൽ ഉടനെ തന്നെ ജുമാ നിസ്കരിക്കണമെന്ന ഒരു നിബന്ധന. കാരണം ഖുതുബയും ജുമായും തമ്മിൽ വലിയ അറ്റാച്ച്മെന്റ് ആണ്. അൽ ഖുതുബത്തു തഖൂമു മഖാമ റക്അതൈനി മിനൽ ഫർദ്. ഇന്നലെ നിങ്ങൾ നിസ്കരിച്ചത് 4 റക്അത്തായിരുന്നു, ഇന്ന് നിസ്കരിക്കുന്ന ജുമാ 2 റക്അത്താണ്, ബാക്കി 2 ഈ ഖുതുബയാണെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അപ്പൊ ഈ ഖുതുബയും ഈ ജുമായും തമ്മിൽ ഭയങ്കര അറ്റാച്ച്മെന്റ്, വലിയ ബന്ധമാണ്, വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ഈ ഖുതുബയുടെ നിസ്കാരത്തിന്റെ ഇടയിൽ കൂടുതൽ വർത്താനം പറയാൻ പാടില്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് പറയുന്ന ദിക്ർ പോലും ഇമാമ് ചെല്ലേണ്ട ആവശ്യമില്ല എന്നാണ്. ഇമാമിന് സുന്നത്തില്ല വെള്ളിയാഴ്ച. കാരണം ഈ ഖുതുബയുടെയും ഈ നിസ്കാരത്തിന്റെയും ഇടയിലുള്ള ബന്ധം മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ സാധാരണയിൽ ഇഖാമത്ത് കൊടുത്താൽ നിസ്കാരത്തിന് മുന്നോടിയായിട്ട് ഇമാമ സഫുകളുടെ കാര്യമൊക്കെ ശ്രദ്ധിക്കും. വലിയ പള്ളിയാണെങ്കിൽ അവസാനത്തെ സഫു വരെ റെഡിയായോ എന്ന്
വിവരം കിട്ടുന്നത് വരെ കാത്തു നിൽക്കണം, സുന്നത്താണ്. പക്ഷെ വെള്ളിയാഴ്ച ജുമായിൽ അത് വേണ്ട. സഫ് ശരിയാക്കണ്ടെന്നല്ല, ആളെ വിട്ടയക്കലും അയാളുടെ ഇൻഫർമേഷൻ കിട്ടുന്നത് വരെ കാത്തു നിൽക്കലൊന്നും ജുമാക്ക് വേണ്ട. കാരണം ഈ ഖുത്ബയും നിസ്കാരവും തമ്മിലുള്ള ബന്ധം കൂടുതൽ അകലം പാടില്ല. അപ്പൊ ഇമാമ് തക്ബീർ കെട്ടിയാൽ പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് അല്ലേ, ജുമാക്ക് വന്നാൽ ഇമാം ഇങ്ങനെ റുക്കുവിലേക്ക് പോകുന്നത് വരെ വർത്താനം പറഞ്ഞിരിക്കും. അങ്ങനെ ഇമാം റുക്കുവിലേക്കാണ് പോകുമ്പോൾ ഒരു കെട്ടലും പോകലും അങ്ങനെയാണ്. മേലുള്ള ആൾക്കാർ നിസ്കാരം എപ്പോഴും ആകാതെ, അതിനൊരു മാറ്റമില്ല. പക്ഷെ എത്ര കണ്ട് നമ്മൾ ഇമാമിനോടൊപ്പം സഹകരിക്കുന്നു അത്ര കണ്ട് നമ്മുടെ ജമാഅത്തിന്റെ കൂലി കൂടുതലാണ്. ഒരു സെക്കൻഡാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആ സെക്കൻഡിന്റെ വില അള്ളാഹുവിന്റെ പ്രതിഫലം കാണുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഇമാമ നിസ്കാരം തുടങ്ങിയാൽ ഉടനെ നിയത്ത് വേണമെങ്കിൽ ഇമാമിനോടൊപ്പം നമുക്ക് വെക്കാം, അതിനും പ്രശ്നമില്ല. തക്ബീർ ചെല്ലൽ ഇമാമിന് ശേഷം ആകൽ നിർബന്ധമാണ്. ഇമാമ നിയത്ത് വെക്കുമ്പോൾ നമുക്കിങ്ങനെ മനസ്സുകൊണ്ട് വെക്കാം. ഇമാമ തക്ബീർ കെട്ടി പൂർത്തിയായതിന് ശേഷം, കെട്ടുക എന്നുള്ളതല്ല, ചൊല്ലി പൂർത്തിയായതിന് ശേഷം ഉടനെ മൗമൂമിങ്ങൾ തക്ബീർ ചൊല്ലണം. ഓരോരോ കാര്യത്തിനും ഏതൊരു കാര്യത്തിനും ഒരു സത്തയുണ്ട്. നിസ്കാരത്തിന്റെ സത്ത തക്ബീറത്തുൽ ഇഹ്റാം ഇമാമിനോടൊപ്പം ചെല്ലുന്നതിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും. ജമാഅത്തിന്റെ നിബന്ധനകളാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇന്ന് തുടക്കം കുറിച്ചാൽ എവിടെ എത്തൂല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് പറയാം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ ഇൽമിലും അമലിലും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാൻ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന അമലുകൾ നീ സ്വീകരിക്കണേ റഹ്മാൻ. ജീവിക്കുന്ന കാലത്തോളം ഞങ്ങൾക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ കർമ്മങ്ങളിൽ വരുന്ന പോരായ്മകളെല്ലാം തിരുത്തി സുതാര്യമായ നിലയിൽ ഞങ്ങളുടെ ഇബാദത്തുകൾ നിർവഹിക്കാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാൻ. ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണേ റഹ്മാൻ. അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ റഹ്മാൻ. അല്ലാഹുവേ, നീ നൽകിയതിലും നൽകാൻ ഉദ്ദേശിക്കുന്നതിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾക്ക് വേണ്ടി അന്യരുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന ദുർഗതി ഞങ്ങൾക്കോ മക്കൾക്കോ ഖിയാമത്ത് നാൾ വരെ നീ വരുത്തരുതേ റഹ്മാനെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم.